നമസ്കാരം. യുദ്ധാനന്തര ഗസയിൽ ഇനി എന്ത്? ഈ ചോദ്യമാണ് ഗസ നിരീക്ഷകരുടെ, പശ്ചിമേഷ്യ നിരീക്ഷകരുടെ ഒക്കെ മനസ്സിൽ തത്തിക്കളിക്കുന്നത്. ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്ന ഒരു ആമുഖത്തോടെ തന്നെയാണ് എനിക്ക് തുടങ്ങാനാവുക. ആകെ ഉണ്ടായ കൃത്യമായ കാര്യം ഗസയിൽ നിന്നുള്ള ബന്ദികളുടെ കൈമാറ്റമാണ്. 20 ജീവനോടെയുള്ള ബന്ദികൾ 2 ബാച്ചുകളായി കൈമാറി. അത് കഴിഞ്ഞ ദിവസം ഒക്ടോബർ 13, 2025 അങ്ങനെ തങ്കലിപികളിൽ കുറിക്കപ്പെടും. ഇസ്രയേലിൻ്റെ 2 പ്രധാന ആഗ്രഹങ്ങളിൽ, ആവശ്യങ്ങളിൽ, ഡിമാൻഡുകളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം കഴിഞ്ഞ ദിവസം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ജീവനോട് അവശേഷിച്ച ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ അവശേഷിച്ച 20 പേർ പൂർണ്ണമായി മോചിതരായി കഴിഞ്ഞു. ആദ്യം 7 പേര്, പിന്നെ 13 പേർ. അപ്പോൾ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ടേക്ക് അവേ. അതിന് പകരമായി വലിയൊരു നമ്പർ, അത് കൃത്യമായ നമ്പറിനെ കുറിച്ച് കണക്ക് കൂട്ടുന്നത് ബുദ്ധിമുട്ടാണ്. 250ഓളം ജീവപര്യന്തം തടവുകാരും, അതായത് ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് ഉണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുണ്ടാകാം. ഇസ്രയേൽ പലസ്തീൻ വംശജരായ 250 പൂർണ്ണ തടവുകാർ അല്ലെങ്കിൽ ജീവപര്യന്തം തടവുകാരെ വിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യുദ്ധം തുടങ്ങിയതിന് ശേഷം 2023 ഒക്ടോബർ 7 ശേഷം കഴിഞ്ഞ 2 വർഷമായി ഗസയുടെ മണ്ണിൽ നിന്നും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒക്കെ പിടിച്ചുകൊണ്ടുപോയ 1700 പരം സാധാരണ തടവുകാർ, അവരെയും വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പം അങ്ങനെ വലിയൊരു നമ്പർ തടവുകാരെ മോചിപ്പിച്ചിരിക്കുന്നു. അത് ഹമാസിനും ആശ്വസിക്കാം. അപ്പം ഇസ്രായേൽ ആശ്വസിക്കാം, ബന്ദികളെ തിരിച്ചു കിട്ടി. ഹമാസിന് ആശ്വസിക്കാം, 20 ബന്ദികളെ ഞങ്ങൾ കൊടുത്തപ്പോൾ അതിന് എത്രയോ ഇരട്ടിയാണ്, 100 ഇരട്ടി പേരെയാണ് തങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആഹ്ലാദ പ്രകടനങ്ങൾ എല്ലായിടത്തും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്രാവശ്യം 2 കൂട്ടരും സംയമനം പാലിച്ചു. എന്താണ്? ബന്ദി കൈമാറ്റ വേളയിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ ആകാശത്തേക്ക് തോക്ക് എടുത്ത് വെടിവെക്കുകയോ ഒന്നും ഉണ്ടായില്ല. മുഖംമൂടി അണിഞ്ഞ ഹമാസിൻ്റെ പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനങ്ങളിലും ഭയങ്കര ശക്തി പ്രകടനത്തിലൊക്കെയാണ് കഴിഞ്ഞ 2 പ്രാവശ്യവും, നവംബർ 2023 ജനുവരി 2025 2 പ്രാവശ്യമായി നടന്ന ബന്ദി കൈമാറ്റങ്ങൾ. ആ സമയത്തൊക്കെ കാട്ടിയ ഒരു അത്യാവേശം, ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്രാവശ്യം അത് കരാറിൻ്റെ കൂടെ ഭാഗമായിരുന്നു. നെഗോസിയേഷൻസിൽ ആവർത്തിച്ച് അമേരിക്കയും ഖത്തറും ഈജിപ്തും ഒക്കെ ഹമാസിനെയും ഇസ്രയേലും ഓർപ്പിച്ച കാര്യമാണ്. വളരെ ശാന്തമായി നടക്കേണ്ടതാണ്. അതൊറ്റ സ്ഥലത്ത് വെച്ചല്ല, പലയിടങ്ങളിൽ വെച്ചായി നടക്കേണ്ടത്. വളരെ ശാന്തമായി തന്നെ ഈ കൈമാറ്റം നടന്നു. അതുകൊണ്ട് ആ ഭാഗം ഭദ്രം. ഇനി നോക്കൂ, നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഗസയുടെ ഭാവിയാണ്. അക്കൂട്ടത്തിൽ പലസ്തീൻ ജനതയുടെ ഭാവിയും ഹമാസിൻ്റെ തന്നെ ഭാവിയും എല്ലാം തന്നെ ഉൾപ്പെടും. എന്താണ് ചെയ്തത്? ബന്ദി കൈമാറ്റം നടന്ന ഇതിന് പാരലായി ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും തുടങ്ങി. എന്ന് പറഞ്ഞാൽ പിന്മാറ്റം പൂർണ്ണമല്ല, ചെറിയൊരു ഭാഗത്തു നിന്ന് പിന്മാറി. അതായത് ഒരു യെല്ലോ ലൈൻ വരച്ചുകൊണ്ട് ഒരു ഡിമാർക്കേഷനാണ്. കുറേ കിലോമീറ്റർ അകലേക്ക് ഇസ്രായേലി ടാങ്കുകളും കവചിത വാഹനങ്ങളും ആമഡ് സന്നാഹങ്ങളെല്ലാം തന്നെ മാറി. അപ്പം അതുകൊണ്ട് ആ ഇസ്രായേലി സൈന്യം മാറിയ ഇടത്തേക്ക് പ്രവേശിക്കേണ്ടത് കരാർ അനുസരിച്ച് ആരാണ്? ഹമാസ് അല്ലല്ലോ. ഹമാസിനെ ആയുധമുക്തമാക്കണം. പക്ഷേ ഹമാസ് ആയുധ വിമുക്തമായില്ല എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ പ്രവർത്തകർ, ഹമാസിൻ്റെ സേനാ ഡിവിഷനുകൾ അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ ഗസയുടെ 5 പ്രവിശ്യകളുടെയും ആഭ്യന്തര സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. അത് ലോകം വീർപ്പടക്കി നിന്നാണ് കണ്ടത്. ഹമാസിനെ ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞ ഇസ്രായേലിനെ ഫിനിഷ് ചെയ്യാൻ ആയില്ല എന്ന് മാത്രമല്ല, കരാറിലൂടെ ഹമാസിനെ ഫിനിഷ് ചെയ്യാം എന്ന് കരുതിയെങ്കിൽ അതും തെറ്റി. ഹമാസ് ഇപ്പോഴും ഉണ്ട് സ്ഥലത്ത്, എണ്ണം വല്ലാതെ കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴും ഹമാസിൻ്റെ പ്രവർത്തകർ അവിടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സമാധാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഡിയർ ബിബി, ഡോണ്ട് വറി, ഇതൊരു താൽക്കാലിക അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. ഇവിടെ തൽക്കാലത്തേക്ക് ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സംവിധാനം, ഒരു ബോർഡ് ഓഫ് പീസ് തൻ്റെ തന്നെ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധ്യക്ഷതയിൽ ഒരു ബോർഡ് ഓഫ് പീസ് നിലവിൽ വരുന്നതിന് മുൻപുള്ള സാഹചര്യത്തിൽ ആഭ്യന്തരമായി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ
കൊള്ളയും കൊള്ളിവയ്പ്പും തട്ടിപ്പറികളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഘടനാപരമായ സംവിധാനം ഉണ്ടാകണമല്ലോ. ഇപ്പോൾ ആയുധങ്ങൾ കൈവശമുള്ളത് ഹമാസിനാണ്. കുറച്ച് ഓർഗനൈസ്ഡായ വിഭാഗവും ഹമാസാണ്. ഹമാസിനെ ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല, അമേരിക്കയും അംഗീകരിക്കുന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് അത് വേണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതാണ് ഒരു കാര്യം. പക്ഷേ ഇനി അടുത്ത റൗണ്ട് ചർച്ച എന്ന് പ്രസിഡന്റ് ട്രംപിന് അതിന് ഉത്തരവുണ്ട്. ആ റൗണ്ട് ചർച്ച എന്നേ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ രണ്ടാം റൗണ്ട് ചർച്ച, ബന്ദിമോചന ചർച്ചയല്ല, വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച കഴിഞ്ഞു, വിജയകരമായി കഴിഞ്ഞു, ബന്ദിമോചനം നടന്നു, വെടിനിർത്തൽ നടന്നു. പക്ഷേ ഇനിയുള്ള ചർച്ചയിലെ പ്രധാന ഇതിവൃത്തം ഹമാസിന്റെ നിരായുധീകരണമാണ്. ആരുടെ മുമ്പിലാണ് ഹമാസ് ആയുധം വയ്ക്കേണ്ടത്? ഉത്തരവില്ല. ഈ കരാറിൽ ഉത്തരവില്ല. ഇപ്പോൾ പറയുന്നത് ഈ പല കേന്ദ്രങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം കൂടിയ ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖ് ഉച്ചകോടിയിൽ കേട്ടതാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് അറബി സേന അവിടേക്ക് പ്രവേശിക്കും എന്നതാണ്. അവിടെ ഏതെല്ലാം അറബി രാജ്യങ്ങളാണ് പങ്കെടുക്കുക? വലിയ നിശ്ചയമില്ല. സൗദി അറേബ്യയുടെ സേന ഉണ്ടാകാം, ഒരുപക്ഷെ ഈജിപ്തിൻ്റെ സേന ഉണ്ടാകാം, ഖത്തറിൻ്റെ ചെറിയ സേനാ വിഭാഗങ്ങളുണ്ടാകാം. ആ സേനയുടെ ചുമതലയായിരിക്കും ഒരുപക്ഷെ ഹമാസിൻ്റെ നിരായുധീകരണം. പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടാൻ ഹമാസ് വിസമ്മതിച്ചാൽ പിന്നെ എന്ത്? അപ്പൊ അറബി സേന ഹമാസുമായി പലസ്തീൻ്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹമാസിനെ കീഴ്പ്പെടുത്താനായി അതത്ര നല്ല ഒരു സാഹചര്യം ആയിരിക്കില്ല അവിടെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അതത് രാജ്യങ്ങളുടെ പൊതുജനാഭിപ്രായവും ആ സർക്കാരുകൾക്കെതിരെ തിരിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആ സാഹസത്തിന് അവർ മുതിരും എന്ന് കരുതാനാവില്ല. അങ്ങനെയെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു വിൽ പുട്ട് എ ഡിമാൻഡ്. ആദ്യം 4 പേര് ചേർന്നാണ്, 4 രാജ്യങ്ങൾ ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. അതിൽ ഇസ്രായേൽ പങ്കാളിത്തമില്ല. ഷർമൽ ഷെയ്ഖിലെ സമാധാന കരാർ ഉച്ചകോടിയിൽ എത്തിച്ചേർന്ന ധാരണ അത് ഈജിപ്തും ഖത്തറും തുർക്കിയും അമേരിക്കയുമാണ് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഈ 4 രാജ്യങ്ങൾ ചേർന്ന് ചെയ്തു തരണം. ഈ 3 രാജ്യങ്ങൾ, ഇസ്ലാമികമായ 3 രാജ്യങ്ങൾ മാറി നിന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആ മണ്ണിൽ പ്രവേശിച്ച് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കരാറിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഹമാസിനെ നിരായുധീകരിക്കണം. ഈ ഡിമാൻഡ് ഒപ്പുവെച്ചാൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാഷ്ട്രീയം വീണ്ടും അമേരിക്കൻ ഇടപെടലായി അതിനെ മറ്റൊരു രാജ്യത്തു കൂടി അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചതുപോലെ, ഇറാഖിൽ മുൻപ് പ്രവേശിച്ചതുപോലെ ഇപ്പോൾ ഗാസയിലും അമേരിക്കൻ സൈന്യം എന്ന നിലയാകും. അത് അമേരിക്കയ്ക്ക് അത്ര നല്ലതല്ല. ഡൊണാൾഡ് ട്രംപിന്റെ മോഹമുണ്ട് അടുത്ത പ്രാവശ്യത്തെങ്കിലും സമാധാന നോബൽ സമ്മാനം ലഭിക്കണം 2026 ഇതൊന്നും അത്ര സുഖകരമായ കാര്യമല്ല. അപ്പം ഇതാണ് നിരായുധീകരണം. അത് തുലാസിൽ തൂങ്ങുന്നു. 2, ഭാവി ഭരണകൂടം, ബോർഡ് ഓഫ് പീസ് ആത്യന്തികമായ സമിതിയാണ്. അതിൻ്റെ തലപ്പത്ത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. പക്ഷേ ആഭ്യന്തരമായി ഗാസയ്ക്കുള്ളിൽ കാര്യങ്ങൾ നടത്തുന്ന ഇന്റേണൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഉടനെ തന്നെ ടെക്നോക്രാറ്റുകളുടെ ഒരു സമിതി രൂപീകരിക്കപ്പെടണം. അതിൻ്റെ ഘടന എന്തായിരിക്കണം? കരാറിൽ കൃത്യമായ സൂചനകളില്ല. ഒരു സമിതി എന്നേ പറയുന്നുള്ളൂ. അതിൽ ഗാസയിലെ ആളുകൾ മാത്രമാണ് ഉണ്ടാകേണ്ടത്. വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും അറബികളായ ആളുകൾ ഉൾക്കൊള്ളുമോ? അതോ മറ്റ് അറബി രാജ്യങ്ങളിലെ ആളുകൾക്ക് കൂടി അതിൽ പങ്കാളിത്തം ഉണ്ടാകുമോ? ഇവരെ ആരാണ് നിശ്ചയിക്കേണ്ടത്? അവരെ നിശ്ചയിക്കുന്ന പ്രക്രിയയിൽ ഹമാസിന്റെ പങ്കാളിത്തം ഉണ്ടാകുമോ? ഒരു നിശ്ചയവുമില്ല, ഒരു തീരുമാനവുമില്ല. ഹമാസിന്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷനിങ് നോക്കിക്കഴിഞ്ഞാൽ ഹമാസ് അധികാരം ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല, ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. ഭാവി ഭരണകൂടം എന്നത് സാധ്യമാകണമെങ്കിൽ ഹമാസ് അവിടുന്ന് ഘടനകളിൽ നിന്ന് വിട്ടുപോകണമല്ലോ. ഹമാസ് ആ പ്രദേശത്തു നിന്ന് തന്നെ വിട്ടുപോകണമെന്നതാണ് കരാറിൻ്റെ ഒരു വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ നേതാക്കൾക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോകാം, മറ്റുള്ളവർ നിരായുധരായി അവിടെ തുടരാം. ഗാസയിൽ നിന്ന് ആരും ഒഴിഞ്ഞു പോകേണ്ടി വരില്ല. സാധ്യമാവുമോ? എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം, പൂർണ്ണമായി ഈ കരാർ നടപ്പാകാൻ പോകുന്നില്ല. അതിനുള്ള കാരണം ഹമാസ് എന്നത് ഒരു സംഘടന മാത്രമല്ല, ഒരു ആശയമാണ്. നിലവിൽ പലസ്തീനിയൻ കോസിന് വേണ്ടി പലസ്തീനുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി ഡിമാൻഡ് ചെയ്യുന്ന, പോരാടുന്ന, പ്രവർത്തിക്കുന്ന സംഘടന. അവരുപയോഗിക്കുന്ന മാർഗങ്ങൾ ഹീനമായിരിക്കാം, തീവ്രവാദത്തിൻ്റെ മാർഗമാണ്, ഭീകരതയുടെ മാർഗമായിരിക്കാം, ബലപ്രയോഗത്തിൻ്റെ മാർഗമായിരിക്കാം, നിരപരാധികളെ കൊന്നൊടുക്കുന്ന മാർഗമായിരിക്കാം. പക്ഷേ ആ മാർഗം അല്ലാതെ മറ്റ് മാർഗങ്ങൾ ഒന്നും തന്നെ ഓസ്ലോ കരാർ 1993 1995 ഒക്കെ ഉണ്ടായ ഓസ്ലോ കരാറിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ അറബ് രാജ്യങ്ങളോ ഇസ്രായേലോ ഒന്നും തന്നെ തയ്യാറായില്ല. എല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുന്നു എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ കടുംപിടുത്തം കൊണ്ടൊരു സ്വതന്ത്ര പലസ്തീൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിഷയം സജീവമായി, പലസ്തീനിയൻ കോസ് സജീവമായി നിലനിർത്താൻ
ഹമാസ് അവിടെ ഉണ്ടാവണം. അല്ല എങ്കിൽ ഹമാസ് എന്ന ആശയം പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഹമാസ് പ്രതിനിധാനം ചെയ്യുന്ന ആശയം നെഞ്ചിലേറ്റുന്ന ഒരു സായുധ സൈനിക അർദ്ധസൈനിക വിഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. അല്ല എങ്കിൽ പരിഹാരമില്ല എന്നൊരു ചിന്ത പലസ്തീനിയൻ ജനതയിലുണ്ട്, അറബ് രാജ്യത്തെ ജനതയിലുമുണ്ട്. അവരവരുടെ ഭരണകൂടങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. സൗദി അറേബ്യക്കോ ഈജിപ്തിനോ ഖത്തറിനോ കുവൈത്തിനോ UAEക്കോ ഒന്നും തന്നെ നേരിട്ട് കയറി ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ഭരണകൂടങ്ങൾ അമേരിക്കയുടെ ആത്യന്തികമായ താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിക്കൂ. അതിനർത്ഥം ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കായിരിക്കും അവിടെ പിൻബലം. അങ്ങനെയെങ്കിൽ ഹമാസ് എന്ന സംഘടന ഇനി പിരിച്ചുവിട്ടാൽ പോലും ഹമാസ് പ്രതിനിധാനം ചെയ്യുന്ന ആശയം മറ്റൊരു രൂപത്തിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ജെറുസലേമിലും ഒക്കെ തന്നെ നിലനിൽക്കും. അവരൊരുപക്ഷെ കുറച്ചു കാലം സംയമനം പാലിച്ചേക്കാം. പക്ഷേ വീണ്ടും ബാഹ്യശക്തികൾ, ഇറാനെ പോലെ ഇത് മറ്റേതെങ്കിലും രാജ്യം, ബാഹ്യശക്തികൾ അവരെ സഹായിക്കും. വീണ്ടും ആ പ്രദേശം കലുഷിതമായി മാറാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, സമാധാന പ്രക്രിയയുടെ ഇതിൻ്റെ 5 ഘട്ടങ്ങളാണുള്ളത്. ദുരിതാശ്വാസം കടന്നു വരേണ്ട ഒരു ഘട്ടമുണ്ട്, അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ദുരിതാശ്വാസം 600 ട്രക്കുകളാണ് ഈ ഗസയുടെ ചുറ്റുപാടുമായി ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത് അകത്തേക്ക് വരിക എന്നതേ ഉള്ളൂ. അകത്തേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച ഒരു കാര്യം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അത് ഡിഫാക്റ്റോ കാര്യമാണ്, കെട്ടുകേൾവിയല്ല, സംഭവിച്ചതാണ്. ട്രക്കുകൾ കടന്നു വരുമ്പോൾ ട്രക്കുകളുടെ സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ ഒരു വിഭാഗം ആളുകൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് ഇസ്രായേലിൻ്റെ പിന്തുണയുമുണ്ട്. അതാരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? ഗാസയ്ക്കുള്ളിൽ പലസ്തീൻ വംശജരായ ചില ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഈ ഗോത്ര വിഭാഗങ്ങൾ ഹമാസുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. ഈ വിഭാഗങ്ങളെ ആയുധം അണിയിക്കുന്ന തിരക്കിലായിരുന്നു രഹസ്യമായി ഇസ്രായേൽ ഇത്രയും കാലം. ഇപ്പോൾ ആ ആയുധങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ ആയുധങ്ങളുമായിട്ട് അവർ വെളിയിൽ വരികയാണ്. ഹമാസുമായി കഴിഞ്ഞ ദിവസം അവർ പോരാട്ടത്തിലായിരുന്നു. 32 പേരാണ് പിടഞ്ഞു വീണത്. ഹമാസിൻ്റെ 8-9 ഫൈറ്റേഴ്സും മറ്റുള്ള ഗോത്രവർഗ്ഗക്കാരും അവിടെ മരിച്ചു വീണു. ആഭ്യന്തര യുദ്ധമായി ഇത് പരിഗണിക്കാൻ ഈ ചെറിയ 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ചെറിയ ഒരു ഭൂമിയാണല്ലോ ഗാസ. അവിടെ 22-23 ലക്ഷം പേര് അധിവസിക്കുന്നു. അവരുടെ ഇടയിൽ വീണ്ടും ആഭ്യന്തര കലഹം. വിദേശീയ ആക്രമണമല്ല, ഇസ്രായേലിൻ്റെ കടന്നുകയറ്റമല്ല, മറിച്ച് ആഭ്യന്തര ആക്രമണം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ പണ്ട് 1987 ഹമാസിനെ സൃഷ്ടിച്ചെടുത്ത കുശാഗ്ര ബുദ്ധിയാണ്. അന്ന് സജീവമായിരുന്ന യാസർ അറഫത്തിൻ്റെ അൽഫത്ത പാർട്ടിയും യാസർ അറഫത്തിൻ്റെ സൈനിക വിമോചന വിഭാഗമായ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO ഇതും സജീവമായിരുന്നപ്പോൾ PLOയെ പൊളിച്ചടുക്കാൻ വേണ്ടി റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സംഘത്തെ അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും കൂടെ ചേർന്നാണ് ഇസ്രായേലി നേതൃത്വം ചേർന്ന് വളർത്തിയെടുത്ത ഒരു വിഭാഗമാണ് ഹമാസ്. ആ ഹമാസ് ഇന്ന് ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. വിധി വൈപരീത്യം അല്ലേ? ബിൻ ലാഡൻ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞതുപോലെ, അമേരിക്ക നട്ടുനനച്ച് വളർത്തിയ ബിൻ ലാഡൻ തിരിഞ്ഞതുപോലെ, ജർണയിൽ സിംഗ് ഭിദ്രൻവാല ഇന്ദിരാഗാന്ധിക്കെതിരെ തിരിഞ്ഞതുപോലെ, സിഖ് തീവ്രവാദി, അല്ലെങ്കിൽ വേലുപ്പിള്ള പ്രഭാകരൻ തമിഴ് പുലി LTT ചീഫ് രാജീവ് ഗാന്ധിക്കെതിരെ തിരിഞ്ഞതുപോലെ, ആരാണോ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്നത് അതേ പാമ്പ്, അത് പാമ്പായി കാണാം, അത് വിമോചകനായി കാണാം, എന്തുമായി കാണാം, പാല് കൊടുത്ത കരങ്ങൾക്ക് തന്നെ കടിക്കുന്നു. അപ്പോൾ പാല് കൊടുത്തത് സതുദ്ദേശപരമല്ല എങ്കിൽ ഇത് സംഭവിച്ചിരിക്കും എന്നതിന് തെളിവാണ് ഹമാസിൻ്റെ ആക്രമണം. ഇപ്പോഴിതാ മറ്റൊരു ഭസ്മാസുരന് വരം കൊടുത്തിരിക്കുന്നു ഇസ്രായേൽ. അതാണ് ഗോത്രവർഗ വിഭാഗങ്ങൾ. ഇത് തെക്കൻ ഗസയിൽ, പ്രത്യേകിച്ച് റഫ അതിർത്തിയോട് ചേർന്നുള്ള പ്രധാന കവാട പ്രദേശങ്ങളിലൊക്കെ ഈ ഗോത്രവർഗം വളരെ സജീവമാണ്. ഈ ഗോത്രവർഗ്ഗക്കാർ പലയിടങ്ങളിലായി പല ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രവർഗ്ഗക്കാരെ ഹമാസിനെതിരെ തിരിക്കുക എന്ന ഒരു പ്ലാൻ B രഹസ്യമായി ഇസ്രായേൽ, അത് IDF-ഉം ഇസ്രായേലി സീക്രട്ട് ഏജൻസി മൊസാദും എല്ലാം ചേർന്ന് പ്ലാൻ ഉള്ളത്, അത് ഇപ്പോഴാണ് ലോകത്തിന് വെളിയിൽ വരുന്നത്. അതുകൊണ്ട് പോസ്റ്റ് വാർ ഗാസ 2 രീതിയിൽ തിരിയാം. ഒന്ന്, പോസ്റ്റ് വാർ ഗാസയിൽ പൂർണ്ണമായ അരാജകത്വവും അല്ലെങ്കിൽ ആഭ്യന്തര കലഹവുമായി നീങ്ങാം. ഇനി അതല്ല, ആഭ്യന്തര കലഹം ഉണ്ടായില്ല എങ്കിൽ, ഇത് ചെറിയൊരു ഏറ്റുമുട്ടൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം കണ്ടതെങ്കിൽ, അത് തുടരുന്നില്ല എങ്കിൽ, അറബി സൈന്യങ്ങൾ അമേരിക്കയുടെ കൂടെ പിന്തുണയോടുകൂടി ഗാസയിലേക്ക് പ്രവേശിച്ച് ഹമാസിനെ പരമാവധി പ്രേരിപ്പിക്കും. പക്ഷേ പ്രേരണയ്ക്ക് വശംവദരായി ഹമാസ് പിൻവാങ്ങിയാൽ
ആയുധം താഴെ വെച്ചാൽ യഥാർത്ഥ പലസ്തീനിയൻ കോസിന് വേണ്ടി, സ്വതന്ത്ര പരമാധികാര പാലസ്തീന് വേണ്ടി ആര് പോരാടും? ഇപ്പോഴത്തെ ചർച്ചകളിലൊന്നും തന്നെ, 20 ദിന പദ്ധതികളൊന്നും തന്നെ ആത്യന്തികമായ പലസ്തീൻ എന്ന സങ്കല്പം പോലുമില്ല. അപ്പോൾ എങ്ങനെയാണ് ആത്യന്തികമായി സമാധാനം വരിക? ഞാൻ പല ആവർത്തി എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. ശാശ്വതമായ സമാധാനം, പെർമനൻറ്റ്, എവർലാസ്റ്റിംഗ്, എൻഡ്യൂറിങ് പീസ് ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്ര പരമാധികാര രാജ്യമായി ജൂതരാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയണം. അതേസമയം ഈ ജൂതരാഷ്ട്രം തങ്ങളുടെ തൊട്ടടുത്ത് പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത്, തങ്ങൾ അധിനിവേശത്തിലൂടെ കൈവശപ്പെടുത്തിയ പ്രദേശം വിട്ടുകൊടുത്ത് പലസ്തീനിയൻസിന് അർഹമായ, അറബികൾക്ക് അർഹമായ അവരുടേതായ ഇടം അടയാളപ്പെടുത്തി അവരെ അംഗീകരിക്കണം. തിരിച്ചും ഈ പലസ്തീൻ ജനത, എന്തു പേരിലും വിളിക്കാം, പലസ്തീൻ രാഷ്ട്രമെന്ന് വിളിക്കാം, മറ്റെന്തെങ്കിലും പേരിൽ വിളിക്കാം, ആ ജനത, ആ സ്വതന്ത്ര രാജ്യം ഇസ്രയേലിനെയും അംഗീകരിക്കണം, സഹവസിക്കണം. അധിവസിക്കുകയല്ല ചെയ്യേണ്ടത്, സഹവസിക്കാൻ സന്നദ്ധമായെങ്കിൽ മാത്രമേ മധ്യപൗരസ്ത്യ പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണൂ. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഗസയ്ക്കകത്തേക്ക് യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു എത്തിനോട്ടം മാത്രമായിരുന്നു. അത് നാളുകളിൽ ഈ ഉരുത്തിരിഞ്ഞു വരുന്ന ചിത്രങ്ങൾ കൂടുതൽ വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാം. താങ്ക് യു.